ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. 19 വരെ പത്രിക നൽകാം. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാനാകാതെ മുന്നണികൾ. ഘടകകക്ഷി സീറ്റുകളിൽ തീരുമാനം വൈകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് നിർത്തിവയ്ക്കാനുള്ള ഉത്തരവിൽ സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി. ശബരിമലയിൽ ചിത്തിര ആട്ടത്തിരുനാൾ. മണ്ഡലകാലം തുടങ്ങാൻ 2 ദിവസം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ബസ് കൊച്ചിയിൽ സർവീസ് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ആദ്യ ദിവസമായ ഇന്നലെ 72 പത്രികകളാണ് സംസ്ഥാനത്താകെ സമർപ്പിക്കപ്പെട്ടത്. ഈ മാസം 19 വരെ പ്രവൃത്തി ദിവസങ്ങളിൽ പകൽ 11 മുതൽ 3 വരെ പത്രിക സമർപ്പിക്കാം. പത്രികാ സമർപ്പണത്തിന് കോവിഡ് മാനദണ്ഡങ്ങൾ നിർബന്ധമാണ്. 20-ന് സൂക്ഷ്മ പരിശോധന. 23 വരെ പത്രിക പിൻവലിക്കാം. അടുത്ത മാസം 8, 10, 14 തീയതികളിൽ 3 ഘട്ടമായാണ് വോട്ടെടുപ്പ്. പോളിംഗ് സമയം 1 മണിക്കൂർ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അടുത്ത മാസം 23-നകം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും. പത്രികാ സമർപ്പണം ആരംഭിച്ചെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാനാകാതെ മുന്നണികൾ. പ്രധാന മുന്നണികൾ ഘടകകക്ഷികൾക്ക് നൽകിയ വാർഡുകളിലാണ് പ്രധാനമായും അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽഡിഎഫിലെ സിപിഐഎമ്മും സിപിഐയും ഇതിനോടകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് മാണി, ജനതാദൾ, ഐഎൻഎൽ തുടങ്ങിയ കക്ഷികൾക്ക് നൽകിയ വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ അന്തിമമായിട്ടില്ല. യുഡിഎഫിൽ കോൺഗ്രസിലെയും ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായിട്ടില്ല. 15ഓളം വാർഡുകളിൽ എൻഡിഎ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. ഡിസംബർ 8-ന് വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ 28.26 ലക്ഷം വോട്ടർമാർ. 2015-ലെ തെരഞ്ഞെടുപ്പിനേക്കാൾ 2.25 ലക്ഷത്തോളം വോട്ടർമാർ കൂടുതൽ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ 2.6 ലക്ഷത്തോളം സ്ത്രീ വോട്ടർമാർ ഇത്തവണ കൂടുതലുണ്ട്. പുരുഷ വോട്ടർമാരിൽ 34,000-ഓളം കുറവുണ്ടായി. ഇത്തവണ 21 ട്രാൻസ്ജെൻഡറുകളും പട്ടികയിലുണ്ട്. കൊല്ലം ജില്ലയിലാകെ 22.2 ലക്ഷത്തിലേറെ വോട്ടർമാർ. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. 19 ട്രാൻസ്ജെൻഡറുകളും പട്ടികയിലുണ്ട്. കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ 3 ലക്ഷത്തിലേറെ വോട്ടർമാരുണ്ട്. എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. കൊച്ചി കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടു. യുഡിഎഫിന്റെ സീറ്റ് വിഭജന ചർച്ച അന്തിമഘട്ടത്തിലാണ്. 2 ദിവസത്തിനുള്ളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് യുഡിഎഫ്. ആലപ്പുഴയിൽ 3 മുന്നണികളിലും സ്ഥാനാർത്ഥി നിർണയം അവസാനഘട്ടത്തിലെത്തി. ജില്ലയിൽ വോട്ടർമാരിൽ ഭൂരിപക്ഷം സ്ത്രീകളാണ്. യുവതലമുറയ്ക്ക് മുന്തിയ പരിഗണനയാണ് 3 മുന്നണികളും നൽകിയിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ ഗ്രാമ, ബ്ലോക്ക്, പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റികളിലും ചില സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി. ഭൂരിഭാഗം ഇടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതേയുള്ളൂ. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ എൻഡിഎയുടെ സീറ്റ് വിഭജനം മാത്രമേ പൂർത്തിയായുള്ളൂ. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു. ശബരിമലയിൽ ചിത്തിര ആട്ടത്തിരുനാൾ ഇന്ന്. തിരുനാളിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ബിജി വർഗീസ്. ശ്രീ ചിത്തിര ആട്ടത്തിരുനാളായ ഇന്ന് പുലർച്ചെ 5-ന് നട തുറന്ന് നിർമ്മാല്യ ദർശനത്തിന് ശേഷം തന്ത്രി ഖണ്ഡര രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും അഭിഷേകവും സന്നിധാനത്ത് നടന്നു. തുടർന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിച്ചു. അല്പസമയം മുമ്പ് ഉച്ചപൂജയോടനുബന്ധിച്ചുള്ള കളഭാഭിഷേകവും കലശാഭിഷേകവും സന്നിധാനത്ത് നടന്നു. കോവിഡ്-19 നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറിയും ഭക്തർക്ക് ശബരിമലയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പൂജകൾ പൂർത്തിയാക്കി രാത്രി 7:30-ന് നട അടയ്ക്കും. ഇനിയും മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ഈ മാസം 15-ന് നട തുറക്കും. അന്ന് ശബരിമല മാളികപ്പുറം പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളും സന്നിധാനത്ത് നടക്കും. മണ്ഡലകാലം തുടങ്ങാൻ 2 ദിവസം ബാക്കി നിൽക്കെ ശബരിമലയിലെ പ്രധാന ഇടത്താവളങ്ങളായ എരുമേലിയിലും പന്തളത്തും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചു നടക്കുന്ന തീർത്ഥാടനത്തിൽ ഭക്തർക്ക് ഇടത്താവളങ്ങളിൽ വിരിവയ്ക്കാനോ ദീർഘനേരം വിശ്രമിക്കാനോ അനുമതിയില്ല. എരുമേലി പേട്ടതുള്ളലിന് ഒരു സമയം 5 പേർക്ക് മാത്രമാകും അനുമതിയുണ്ടാവുക. പന്തളം ക്ഷേത്രത്തിലും മണികണ്ഠൻ ആൽത്തറയിലുമടക്കം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചാകും തീർത്ഥാടകരെ അനുവദിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് നിർത്തിവയ്ക്കാനുള്ള സർക്കാരിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഹർജി നൽകിയത്. കേസ് 17-ന് വീണ്ടും പരിഗണിക്കും. രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും കോവിഡിനെതിരെ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണിപ്പോൾ. ഉത്സവ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോഗ്യ പ്രവർത്തകരുടെ അഭ്യർത്ഥന എല്ലാവരും മാനിക്കണമെന്ന് അർജുന അവാർഡ് ജേതാവായ ഇന്ത്യൻ വോളിബോൾ താരം ടോം ജോസഫ് ആകാശവാണിയോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം നൽകുന്ന ഈ കരുതൽ നാളേക്ക് വേണ്ടിയുള്ളതാണ്. വീണ്ടും വീണ്ടും ജാഗ്രതയെക്കുറിച്ച് പറയേണ്ടി വരുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. നാം പാലിക്കേണ്ട മുൻകരുതലുകൾ നാം ഓരോരുത്തരുമാണ് ഏറ്റെടുക്കേണ്ടത്. സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക, ശുചിത്വം പാലിക്കുക, സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക. നല്ല നാളേക്കത് മുതൽക്കൂട്ടാകും. ഈ മഹാമാരിയിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് ഒരുമിക്കാം. നമുക്കൊന്നിച്ച് നേരിടാം. കൊറോണയെ ചെറുക്കാം. കോവിഡിനെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ പൊതുജന മുന്നേറ്റത്തിൽ നമുക്കും പങ്കാളികളാകാം. സ്വകാര്യ ലാബുകളിൽ നടത്തുന്ന പരിശോധനകളുടെ വിശദവിവരങ്ങൾ അതത് ദിവസം തന്നെ കോവിഡ് പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സാംബശിവറാവു പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് പരിശോധന നടത്തുന്ന സ്വകാര്യ ലാബുകളുടെ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് ബസ് കൊച്ചിയിൽ സർവീസ് ആരംഭിച്ചു. വൈറ്റില ഹബ്ബിൽ നടത്തുന്ന ചടങ്ങിൽ കേരള മെട്രോ പൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സിഇഒ ജാഫർ മാലിക് ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനുള്ള ക്രിയാത്മക നടപടിയായി കൊച്ചി സ്മാർട്ട് ബസ് കൺസോർഷ്യമാണ് ബസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രസിദ്ധമായ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന് തുടക്കമായി. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് തേരുത്സവം ചടങ്ങുകൾ മാത്രമായാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലി. ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാര നിറവോടെ രഥോത്സവത്തെ വരവേൽക്കുകയാണ് കൽപ്പാത്തി. ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമവീഥികളിൽ രഥങ്ങൾ ഉരുളാതെയാണ് കൽപ്പാത്തി ഇത്തവണ രഥോത്സവം ആഘോഷിക്കുന്നത്. തേരുകടകളും ആൾക്കൂട്ടവും നിറഞ്ഞ ഉത്സവ സന്ധ്യകൾ അഗ്രഹാര വീഥികൾക്ക് ഇത്തവണ അന്യമാണ്. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ രഥാരോഹണ ചടങ്ങുകൾ നടന്നു. ക്ഷേത്ര പ്രദക്ഷിണ വഴികളെ അഗ്രഹാര വീഥികളായി സങ്കല്പിച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്. നാളെ രണ്ടാം തേരുദിനത്തിൽ പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ രഥാരോഹണം നടക്കും. മൂന്നാം തേരുദിനമായ ഞായറാഴ്ച പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലുമാണ് രഥാരോഹണം. എല്ലായിടത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഭക്തർക്ക് പ്രവേശനാനുമതി നൽകുക. ദീപാവലി, ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ പടക്കം പൊട്ടിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കളക്ടർ ഡോക്ടർ നവജോത് ഖോസ. ദീപാവലിക്ക് രാത്രി 8-നും 10-നും ഇടയിൽ മാത്രമേ പടക്കം പൊട്ടിക്കാൻ പാടുള്ളൂ. ക്രിസ്മസ്, ന്യൂ ഇയർ ദിനങ്ങളിൽ രാത്രി 11:55 മുതൽ പുലർച്ചെ 12:30 വരെയും പടക്കം പൊട്ടിക്കാൻ അനുമതിയുണ്ട്. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി സ്പെഷ്യൽ ട്രെയിനിന്റെ റദ്ദാക്കിയ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ചു. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, ഷൊർണൂർ, കണ്ണൂർ, കാസർഗോഡ് സ്റ്റേഷനുകളിലെ സ്റ്റോപ്പാണ് പുനഃസ്ഥാപിച്ചത്. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചത് നീക്കം ചെയ്യാനായി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഫുട്ബോൾ ഇതിഹാസം മറഡോണ ആശുപത്രി വിട്ടു. 60ാം പിറന്നാൾ ആഘോഷിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ആശുപത്രിയിലായത്. ശസ്ത്രക്രിയ വിജയകരമായെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ പരാഗ്വേയ്ക്കെതിരെ അർജന്റീനയ്ക്ക് സമനില. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളുകൾ നേടി. ചൊവ്വാഴ്ച ലിമയിൽ വച്ച് നടക്കുന്ന മത്സരത്തിൽ അർജന്റീന പെറുവിനെ നേരിടും. ഓഹരി വിപണികളിൽ നഷ്ടം. സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപ വർദ്ധിച്ച് 37,960 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. 19 വരെ പത്രിക നൽകാം. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാനാകാതെ മുന്നണികൾ. ഘടകകക്ഷി സീറ്റുകളിൽ തീരുമാനം വൈകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് നിർത്തിവയ്ക്കാനുള്ള ഉത്തരവിൽ സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി. ശബരിമലയിൽ ചിത്തിര ആട്ടത്തിരുന്നാൾ. മണ്ഡലകാലം തുടങ്ങാൻ 2 ദിവസം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ബസ് കൊച്ചിയിൽ സർവീസ് ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.